ഇനി അടുത്തത് കോവലിന്റെ വിളവെടുപ്പ. കോവയ്ക്ക അതിലാണ്ട് മേളിലൊക്കെ ഉണ്ട്. പാമ്പ് വല്ല ഉണ്ടോ നോക്കണേ. എവിടെ? മേളിലുണ്ട്. മേളിൽ കയറേണ്ടി വരും. ഇന്ന് ഇവിടുന്നാണോ ചേച്ചി പറിച്ചോണ്ട് വന്നവര്? ഇന്ന് മെഴുക്കുവരട്ടി വെച്ചു. തേണ്ടോ എന്ത് പഴുത്തതാ. അതങ്ങെടുത്തു. കോവലിന്റെ വിളവ് തീരെ മോശമായി തോന്നല്ലേ? അല്ല, ഒരു ലോഡ് പറിച്ച് വെച്ചിട്ടാണോ? പിന്നെ നോക്കി കയറൂല, പാമ്പ് കാണും അതിന്റെ ഇടയ്ക്ക്. ഒരു പേടിയില്ലേ? എന്തുവാ സാധനം പ്രോത്സാഹിപ്പിക്കാതെ പറഞ്ഞ് വാക്കെടുത്തില്ല. എന്നാ കടിച്ചോ? നീറ് കടിച്ചിരിക്കുന്നുണ്ടോ? എന്ത് സാഹസികമായിട്ട് ഒരു നീറ് ഇവിടെ കടിച്ചു 2 എണ്ണം. ഇങ്ങോട്ടിട്ടോ. അല്ല, ഇതേ മേളിൽ അതുകൊണ്ട് പറിച്ചാൽ മതി. ഞാനിത് വീഡിയോ ചെയ്തിട്ട് പറയും. ഇത് മേളിലൊക്കെ ഉണ്ട്. എവിടെ? ഈ സാമുവിന്റെ വഹ ഇതാണ് വിളവെടുപ്പ്. സാമന് ഓലയെ കൂടെ തെങ്ങേ കൂടെ കയറി ഓലമടലേക്ക് ആണോ? ഇപ്പൊ കമ്പിയായിട്ട് അല്ല കമ്പുമായിട്ട് വരും. എടുക്കുന്നുണ്ട്. ഓ സാഹസിയൻ. കണ്ടത്ത് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ. അതെ, ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് ഇത്രയാണ്. പിള്ളേരവിടെ കളിക്കുന്നു. അതെ, ഇതുണ്ടോ? ഇനി നമുക്ക് ആ വീട് വരെ പോകണം. എത്രയും പോകും നമ്മള്. അവിടെ ഇറങ്ങി നിൽപ്പുണ്ടല്ലോ പിള്ളേരൊക്കെ. ഇതാണ് സൂര്യന്റെ അവസ്ഥ. അങ്ങ് ദൂരെ പിള്ളേർ കളിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതൊരു ഐലൻഡ് പോലെ ഈ വീട് ഇരിക്കുന്നുണ്ട്. ഈ വീടിന് ചുറ്റും കണ്ടമാണ്. അപ്പം എന്ന് വെച്ചാൽ ഇപ്പം വെള്ളമില്ല, പക്ഷേ വെള്ളം കയറ്റുമ്പോൾ അതൊരു ഐലൻഡ് കണക്കാണ് ആ വീടിരിക്കുന്നത്. അവരങ്ങോട്ട് പോവുകയും വരികയും ചെയ്യുന്ന അവരുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നമ്മൾ നോക്കേണ്ടതാണ്. വഴിയില്ല, വെള്ളത്തിൽ കൂടെ എന്നാ എമർജൻസി വന്നാലും അവർക്ക് അങ്ങനെ പോകാനൊക്കത്തുള്ളൂ, വരാനൊക്കത്തുള്ളൂ. എന്താ അല്ലേ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇച്ചിരി ഒന്ന് ഫോൺ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്ന് മാറിപ്പോയി. അപ്പോൾ സാമാൻ വേണ്ട ബക്കറ്റും ഒക്കെ ആയിട്ട് പോവുക. പിള്ളേരവിടെ കളിക്കുന്നുണ്ട്. പിള്ളേർ ക്ഷീണിച്ച്, ഇവിടുത്തെ പിള്ളേരെല്ലാം ക്ഷീണിച്ചിരുന്നു. അവിടെ പിള്ളേർ കളിക്കുന്നുണ്ട്. ഇത് ചേട്ടനല്ലേ അവിടെ നിന്ന് വരുന്നേ? ചേട്ടൻ അവിടെ നിന്ന്. ഇത് ഇനിയും വികസിക്കത്തില്ല, ഇനി ഇത് വെറുതെ വലിച്ചു നീട്ടാന്നേ ഉള്ളൂ സ്ത്രീ. ഇവിടെ പിള്ളേരൊക്കെ ഇതേണ്ടേ കണ്ട് വെട്ടുപന്ത് കളിക്കുന്നുണ്ട്. പിന്നെ എന്നതാ, അതെ അങ്ങ് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കണ്ടെന്ന് പറയുന്നത് പലവിധ സ്പോർട്സ് ആക്ടിവിറ്റിയുടെയും വിളനിലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.